വളരെ അധികം ദുഃഖകരമായിട്ടൊരു സംഭവമാണ് ഇന്നലെ നടന്നത്. അനുശോചനം രേഖപ്പെടുത്തുന്നു. പാറമേക്കാവ് ദേവസ്വം ഞാൻ വ്യക്തിപരമായിട്ടും മരിച്ചവരുടെ ഒപ്പമാണ്. ഈ ദുഃഖത്തിൽ ഞങ്ങൾ ആ കുടുംബത്തിനൊപ്പമാണ്, എല്ലാ കുടുംബങ്ങളുടെ ഒപ്പമാണ്. അവരോട് ഞങ്ങൾ എല്ലാവിധ പിന്തുണയും എന്തൊക്കെ ചെയ്യാൻ പറ്റുക അവരുടെ കൂടെ നിന്ന് എല്ലാ സഹായം ചെയ്യും. ഇനിയിപ്പോൾ എങ്ങനെയാണ് അടുത്തൊരു സ്റ്റെപ്പ്? പ്രത്യേകിച്ച് നമ്മൾ വെടിക്കെട്ടിൻ്റെ സാമഗ്രികളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. എങ്ങനെയാണ് നമ്മൾ അടുത്തൊരു തീരുമാനം? അതിപ്പോൾ ജില്ലാ ഭരണകൂടം ആയിട്ട് ആലോചിച്ച് എന്താ വേണ്ടതെന്നുള്ളത് വളരെയധികം ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. ജനങ്ങളുടെ ഒരു വികാരമുണ്ട് ഇതിൽ, അല്ലേ? ഇത്ര ആൾക്കാർ മരിക്കുമ്പോൾ പൊതുജനത്തിൻ്റെ വലിയൊരു വികാരമുണ്ട്. അതും കണക്കിലെടുത്ത് ആചാരങ്ങളും കണക്കിലെടുത്തുകൊണ്ട് ഒരു ബാലൻസ്ഡായ അപ്രോച്ചാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്താണെങ്കിലും ജില്ലാ ഭരണകൂടം എന്ത് പറയുന്നു അതിനോട് കൂടെ നിന്ന് ചെയ്യും. ഇപ്പോൾ പൂരം എഴുന്നള്ളിപ്പുകൾക്കൊക്കെ പതിവ് പോലെ നടത്തുന്നതിനിപ്പോൾ നിലവിൽ ദേശക്കാരുടെ ഒരു വികാരം എന്താണ് പ്രകടിപ്പിക്കുന്നത് ദേവസ്വം ഭാരവാഹികളോട്? അല്ല, അത്തരം ഒരു ചർച്ച ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ ഇന്നലെ തിരുവമ്പാടി ദേവസ്ഥയിലായിരുന്നു മുഴുവൻ സമയം. ഇനിയിപ്പോൾ ഇന്നും ഈ മരിച്ചവരുടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ അതിലേക്ക് എത്തുള്ളൂ. എന്താണ്? ഞാൻ ഇന്നലെ മുഴുവൻ അവരുടെ ഒപ്പമായിരുന്നു. ഇന്നലെ വൈകുന്നേരം വരെ, രാത്രി വരെ അവരുടെ ഒപ്പമായിരുന്നു. അല്ല, യോഗം കൂടിയിട്ടില്ല. യോഗം കൂടാനായിട്ടുള്ളൊരു സാഹചര്യം ഇനി ഉണ്ടായിട്ടില്ല. ഇനി യോഗം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം യോഗം കൂടുള്ളൂ. അല്ല, സർക്കാരായിട്ടുള്ള ആൾക്കാരായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ജനവികാരം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഉചിതമായിട്ടുള്ളൊരു തീരുമാനം സർക്കാരിൻ്റെ നിർദ്ദേശവും ജനവികാരവും കണക്കിലെടുത്ത് തീർച്ചയായിട്ടും